ജൂലൈയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഇടതുപക്ഷത്തെ സർക്കാർ രൂപീകരണത്തിൽ തഴഞ്ഞ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് തിരിച്ചടി. 2027 വരെ കാലാവധിയുള്ള മാക്രോണിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇടതുസഖ്യത്തിലെ അംഗമായ LFI ഫ്രഞ്ച് പാർലമെന്റിൽ ശ്രമങ്ങൾ തുടങ്ങിയതായി RT ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഗ്രീൻസ് എന്നിവ ചേർന്ന ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യത്തിന്റെ ഭാഗമാണ് LFI. ഇംപീച്ച്മെന്റിനായി LFI പ്രമേയം അവതരിപ്പിക്കുകയും ഒപ്പുകൾ ശേഖരിക്കുകയും ചെയ്തതായി പാർട്ടി നേതൃത്വം പ്രതികരിച്ചു. കഴിഞ്ഞ ആഴ്ച പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾക്കിടയിൽ ഇടതുപക്ഷം പ്രധാനമന്ത്രിയായി ലൂസി കാസ്റ്റസിനെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും മാക്രോൺ ഇത് നിരസിക്കുകയായിരുന്നു. ഇടത് സഖ്യത്തെ വ്യവസ്ഥകൾക്കെതിരായ ഭീഷണി എന്ന് വിശേഷിപ്പിച്ച മാക്രോൺ തീവ്ര വലതുപക്ഷവുമായി സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 68 അനുസരിച്ച് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കരട് പ്രമേയം കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ അംഗങ്ങളുടെ ഒപ്പിനായി അയച്ചിട്ടുണ്ട്. ജനവിധി അംഗീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ്. അതിനാൽ അദ്ദേഹത്തെ പിരിച്ചുവിടണം. പ്രമേയത്തിന്റെ കരട് രൂപം എക്സിൽ പങ്കുവച്ചുകൊണ്ട് LFI പാർലമെന്റ് ലീഡർ മറ്റിൽഡെ പാനോട്ട് എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: എന്നാൽ 577 അംഗങ്ങളുള്ള ഫ്രഞ്ച് പാർലമെന്റിൽ 58 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് LFIക്ക് ഇംപീച്ച് പ്രമേയത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 72 അംഗങ്ങളാണ് LFIക്ക് സഭയിൽ ഉള്ളത്. ഫ്രാൻസിൽ അപ്രതീക്ഷിത നടപടിയുമായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എത്തിയത് കഴിഞ്ഞ ജൂണിലായിരുന്നു. രാജ്യത്തെ പാർലമെന്റായ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എതിരാളിയും തീവ്ര വലതുപക്ഷ പാർട്ടിയുമായ മറൈൻ ലെ പെന്നിന്റെ നാഷണൽ റാലി വൻ വിജയത്തിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു മാക്രോണിന്റെ നടപടി.